ഹലോ ഗായ്സ്, വെൽക്കം ടു മീറ്റ് ആൻഡ് ഗ്രേറ്റ് ഇംഗ്ലണ്ട്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് അനന്തു. ഹായ്. ഹൗസ് ഇംഗ്ലണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഭയങ്കര തണുപ്പ്. എടാ നിങ്ങൾക്കൊന്നും തണുപ്പൊന്നുമില്ല, ജാക്കറ്റ് ഒന്നും ഇല്ല, എന്ത് തൊലിയാണ്. ആണോ? ഇത്ര ഷോസ് ഉണ്ട് ആക്ച്വലി. നിലവിലെ പ്ലാനിൽ 3 ഷോസ് ആണ്. ലെസ്റ്റർ, മാഞ്ചസ്റ്റർ, ലണ്ടൻ. കൈയൊക്കെ കിടുകിടാ കിടന്ന് വിറയ്ക്കുന്നു. നോക്കി. എന്താ പറഞ്ഞ യൂസ്ഡാ അല്ല, ചെറുതായിട്ട് നമുക്ക് ഇതിപ്പോ സമ്മർ ടൈം ആണ്, പക്ഷെ നമുക്ക് വിന്റർ ഇടയ്ക്ക് കയറി വരും. ശരി. ഇതെങ്ങനെയാ ഫാമിലി ബേസ്ഡ് വരാൻ പറ്റുന്നതാണോ? എങ്ങനെയാ ഷോ കാണാനോ? ഷോ കാണാൻ ഫാമിലി വരാതിരിക്കാൻ ഞാൻ അവിടെ ഫാമിലിക്കൊക്കെ വരാം. അത് എല്ലാ ടൈപ്പ് ഓഡിയൻസിനും വരാം. ഒരു എന്താ പറയാ, ഒരു സിനിമ കണ്ട ഒരു ഫീല് ഞാൻ പ്രീവിയസ്ലി വീഡിയോസും കണ്ടിട്ടുണ്ട് ആക്ച്വലി, ഓഡിയൻസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റി എന്താണ്. ആക്ച്വലി അത് തന്നെയാണ് ഷോ ഡിസൈൻ ചെയ്യുന്ന സമയം മുതലേ എൻ്റെ ഇൻറ്റൻഷൻ. അതായത് ആൾക്കാർക്ക് കുറേ നാൾ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ മെമ്മറീസ് ഉണ്ടാവണം. ഒരു സിനിമ കാണുന്ന പോലെ കുറേ ഇമോഷൻസിൽ കൂടെ കടന്നു പോകണം അവർ. അങ്ങനെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വാ, കുറേ നല്ല ഓർമ്മകൾ തരാം, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ കുറേ നല്ല ഓർമ്മകൾ. എല്ലാം പറയുമ്പോൾ നമുക്ക് അതും പേടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും ഇപ്പം എന്ത് പുറത്ത് എന്ത് വരും എന്നൊക്കെ ഉള്ള അത് കുറെ പേര് ചോദിച്ചു, മറ്റേ മനസ്സിലെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കോ? ഇല്ല, ഞാൻ ഭയങ്കര പാവം മെന്റലിസ്റ്റ് ആണ്, ക്രൂവൽ മെന്റലിസ്റ്റ് എന്ന് പറയുന്നത്. ചുമ്മാ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹ്യൂമേഴ്സും ഭയങ്കര രസമായിട്ട് പോവാം നമുക്ക്. അങ്ങനത്തെ ഒരു ഷോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാനാണ്, ലൈക്ക് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, എന്താണ് എക്സ്പെക്ട് ചെയ്യണത്? അതായത് എൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വരാം. അപ്പോൾ ആ 2 മണിക്കൂർ ഏറ്റവും ഒരു ലൈഫിലെ അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ആക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന്റെ പീക്ക് ഞാനും എൻ്റെ ടീമും ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു ഡയറി ടു ദ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഒരു ജേർണൽ പോലെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന കുറെ ഓർമ്മകളാണ്. ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇവിടം വരെ എത്തുന്നും എല്ലാം മാനിഫെസ്റ്റേഷൻ, അതായത് നമുക്ക് ആഗ്രഹിക്കാമല്ലോ. പക്ഷെ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് MS ധോണി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് ദ പ്രോസസ്. ഒരു റിസൾട്ട്സിനെ കുറിച്ച് ബോധപ്പെടാതെ പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യേണ്ട വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷനിൽ എന്താ പറയുന്നത്, ലൈക്ക് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവും എന്ന് തോന്നി ഞങ്ങൾക്ക് ഒരു ടിപ്പ് തരാൻ പറ്റുവാണെങ്കിൽ അത് ഏതായിരിക്കും? മാനിഫെസ്റ്റേഷൻ മാത്രം കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു വിശ്വാസം. പണിയും കൂടെ എടുക്കണം. നല്ല പണിയല്ലേ, പണിയെടുക്കാൻ വാ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇംഗ്ലണ്ടിൽ നമുക്ക് 3 സ്ഥലത്താണല്ലോ ഷോ വരുന്നത്. ലെസ്റ്ററിൽ 24th പിന്നെ എവിടേക്ക്? ലണ്ടൻ 25th, May 1st മാഞ്ചസ്റ്റർ. എല്ലാവർക്കും ലീവ് ഒക്കെ എടുത്തിരിക്കണം. ലീവൊക്കെ എടുത്തിട്ട് വാ. ഞങ്ങൾ എല്ലാവരും വെട്ടത്തില് ദിലീപേട്ടൻ പറയുന്നില്ല, കെട്ടിയവനെയും കുട്ടികളെ എല്ലാവരും എടുത്തിട്ട്. അതെ. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഓൾ ദ ബെസ്റ്റ് ഷോയ്ക്ക്. ഞങ്ങൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ എന്തായാലും